മറേന്റെ അപ്പുറത്താണ് പ്രധാന ലൊക്കേഷൻ. അപ്പോൾ ഒന്ന് കണ്ടാലോ? എന്റെ പ്രിയപ്പെട്ട നമ്പന്മാരെ, വിപിൻ വിശ്വനാഥ്, നമ്മൾ ജയിലർ 2 തലൈവർ രജനികാന്ത് അഭിനയിക്കുന്ന, നമ്മളെ മോഹൻലാലൊക്കെ അഭിനയിക്കുന്ന ജയിലർ 2 മോഹൻലാൽ ഉണ്ടോന്ന് അറിയില്ല. അതിന്റെ ലൊക്കേഷൻ നമ്മൾ കോഴിക്കോടാണ്, നമ്മുടെ നാട്ടിലാണ്. എന്തുകൊട്ടെ കോഴിക്കോട് ചെറുവണ്ണൂരിലാണ് നിൽക്കുന്നത്. കോഴിക്കോട് ഫറോക്ക് ഭാഗത്ത് ചെറുവണ്ണൂരിൽ നിന്ന് ബേപ്പൂരിക്ക് പോണ റോഡാണ് BC റോഡ്. ഈ ഭാഗത്താണ് ഒരു ഓട്ട് കമ്പിലും പിന്നെ ഒരു ബംഗ്ലാവിൽ വെച്ചിട്ടാണ് ഷൂട്ടിംഗ് നടക്കുന്നത്. ഈ ലൊക്കേഷൻ കാണിച്ചു തരാം. അപ്പം നമുക്ക് ബാക്കിയൊന്ന് വീഡിയോയിലൂടെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ, ഈ കാണുന്ന ഗേറ്റിന്റെ ഉൾവശത്താണ് നമ്മളെ രജനികാന്ത്, സൂപ്പർ സ്റ്റാർ രജനികാന്തിന്റെ ജയിലർ 2 നെൽസൺ ദിലീപ് കുമാർ ഡയറക്റ്റ് ചെയ്യുന്ന ജയിലർ 2ന്റെ ലൊക്കേഷൻ, മെയിൻ ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു ബംഗ്ലാവാണ്. പിന്നെ അപ്പുറത്തൊരു ഓട്ട് കമ്പനി ഉണ്ട്. ചീർപ്പാലം വളരെ ഭംഗിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഈ സ്ഥലത്തെ ഈ പുഴയൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മളെ ജയിലർ 2ന്റെ പ്രധാന ലൊക്കേഷനിൽ പെട്ട ഒരു സ്ഥലം കേട്ടോ അത്. ഇവിടെ ഈ നാട്ടുകാരൊക്കെ ഒരുപാട് കണ്ട സ്ഥലമായിരിക്കും. പിന്നെ ഒരു ഇക്കാക്കിനെ കുറിച്ച് പറയണ്ട. ഞാൻ അവിടെ വന്നപ്പം ബേപ്പൂരിലുള്ള ഒരു ഇക്കാക്കുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്ത് തരാൻ ഒന്ന് എടുത്തു തരുമോ ചോദിച്ചപ്പോൾ എനിക്ക് എടുത്ത് തന്ന്. പിന്നെ എന്താ പറയുക, ആ ഇക്കാക്കിനോട് ഒരു നന്ദി പറയണം, ഇപ്പോൾ ബേപ്പൂരിലുള്ള ഇക്കാക്കിനോട്. ബാക്കി ഈ ലൊക്കേഷനിൽ പിന്നെ ഒരുപാട് കാര്യങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ അപ്പുറം എങ്ങനെ പോരി നമുക്ക് കാണാം. ഈ പാലത്തിൻ്റെ കുറച്ച് മുന്നോട്ടേക്ക് പോയിട്ട് അവിടെ നിന്ന് താഴത്തേക്ക് ആ പുഴയിലേക്ക് ഇറങ്ങാനുള്ള ഒരു സൗകര്യമുണ്ട്. അവിടെ കുറേ മരപ്പണിക്കാരുണ്ട്, മത്സ്യത്തൊഴിലാളികൾ, ബോട്ടുകൾ, തോണികളൊക്കെ ആയിട്ട് അടിപൊളി സ്ഥലം കേട്ടോ. ഷൂട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു മറ വന്നിട്ടുണ്ട്. ഈ മറേൻ്റെ അപ്പുറത്താണ് പ്രധാന ലൊക്കേഷൻ. അപ്പോൾ ഒന്ന് കണ്ടാലോ? ഷൂട്ടിംഗ് എടുക്കുമ്പോൾ അത് ആൾക്കാർ വീഡിയോ ഒന്നും പകർത്താക്കാൻ ഇങ്ങനെ ഒരു മറ ഉള്ളത് നല്ലതാണ്. ഇതാണ് അതിഗംഭീരമാണ്. നമ്മൾ ഒരുപാട് വട്ടം കണ്ടതാണെങ്കിലും നിങ്ങളൊന്ന് കണ്ടു നോക്കിയാണ്ടല്ലേ, കണ്ടൽക്കാടും ബോട്ടും തോണിയൊക്കെ ആയിട്ട് നമുക്ക് എത്ര കണ്ടാലും നമ്മുടെ കണ്ണിന് ഇങ്ങനെ കുളിർമയേക്കുന്ന ഒരു സൗന്ദര്യം കേട്ടോ. ഈ പാലത്തിൻ്റെ അടിയിലേക്ക് തന്നെ കണ്ടില്ല. ഇതൊക്കെ നമ്മൾ ജയിലർ 2ന്റെ ഫ്രെയിമിലേക്ക് വരുമ്പോൾ അത് രജനികാന്ത് പടത്തിൽ നമ്മളെ ബേപ്പൂരിൻ്റെ, നമ്മളെ ചീർപ്പാലം, നമ്മളെ ഫറോക്ക് ചെറുവണ്ണൂരിൻ്റെ ഒക്കെ ഈ സ്ഥലങ്ങളൊക്കെ ആ ബിഗ് സ്ക്രീനിൽ കാണുമ്പോഴുള്ള എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. അങ്ങനെ വരാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ ജോലി കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് ഞാൻ ഇവിടേക്ക് വരുന്നത്, ജോലി കഴിഞ്ഞതിന് ശേഷമാണ്. പക്ഷേ ഇവിടെ ഒരുപാട് ആൾക്കാർ ദൂരത്ത് നിന്ന്, എത്രയോ ലോങ്ങിൽ നിന്നൊക്കെ എന്താ പറയുക, നേരത്തെ ജോലി കഴിഞ്ഞിട്ടും അല്ലാണ്ട് ഒക്കെ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ ലൊക്കേഷൻ കാണാനും. പിന്നെ രജനികാന്തിൻ്റെ ഒക്കെ കാണാൻ കഴിയുമെങ്കിൽ ഒന്ന് കാണാനൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ഹാപ്പിനെസ്. അങ്ങനെ പണി കഴിഞ്ഞ് വരുമ്പോൾ ഇതൊന്ന് ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നൊരു സ്ഥലം, സ്ഥിരമായിട്ട് പോകുന്നൊരു സ്ഥലം, എന്തായാലും ഭയങ്കര ഹാപ്പിയായി. കുറേ വേസ്റ്റൊക്കെ ഉണ്ടല്ലോ, നോക്കണ്ട, റോഡ് സൈഡാണ്, ആൾക്കാരൊക്കെ അങ്ങനെ പോകുമ്പോൾ ഇട്ടിട്ടുണ്ടാവും. ഇത് കുറേ കാടും മരങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇത് പടം ഗംഭീരമാവട്ടെ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത്, ഇതിൽ ലൊക്കേഷൻ ഇവരുണ്ടാക്കിയ ഒരു സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോയിൽ പകർത്തിയിട്ട് ഇതിൽ ഇട്ടിട്ടില്ല, പബ്ലിക് ആക്കിയിട്ടില്ല. അതാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. ഇത് നമ്മളെ അറിയപ്പെടുന്ന നമ്മളെ ഓട്ടും കമ്പനിയാണ്. ഞാൻ പുറമേ നിന്നുള്ള ദൃശ്യമാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇത് ഒരു ലൊക്കേഷനായിട്ട് വരുന്നുണ്ട്. ഇതാ വണ്ടി ചേട്ടാ, ചോല പോണേ പിടിക്കില്ല. അണ്ണാ